ഇനി നമ്മൾ പോകുന്ന കണ്ണൂരിലേക്ക്, ധർമ്മടത്തേക്കാണ്. നിങ്ങൾക്കറിയാം, ധർമ്മടം മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ പിണറായി വിജയൻ്റെ റോഡ് ഷോ നടക്കുകയാണ്. റോഡ് ഷോ നടക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് അസിത സഗീർ, നമ്മുടെ വാർത്താവതാരക, തത്സമയം ചേരുകയാണ്. അസിത, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? റോഡ് ഷോ അവസാനിച്ചോ? റോഡ് ഷോ അവസാനിച്ചിട്ടില്ല. ഇത് പിളശ്ശേരിയിൽ നിന്നുമാണ് ആരംഭിച്ചത്. പിണറായി വരെ നീളുന്ന റോഡ് ഷോ ഇപ്പോൾ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പോയിന്റിലേക്ക് ആ റോഡ് ഷോ ഇപ്പോൾ അല്പസമയത്തിനകം എത്തി നിൽക്കും. ഇത് കാടാച്ചിറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഒരുപാട് ആളുകൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ആ റോഡ് ഷോയ്ക്ക് അഭിവാദ്യം അർപ്പിക്കാനായി കാത്തു നിൽക്കുന്നുണ്ട്. എന്തായാലും എസ്കേൻ, ദിവസങ്ങൾ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ അത് നാളെ കൊട്ടിക്കലാശത്തോടു കൂടി അതിന് പരിസമാപ്തിയാകുമ്പോൾ ധർമ്മടം മണ്ഡലത്തെ സംബന്ധിച്ച് കൊട്ടിക്കലാശത്തോളം പോകുന്ന ആവേശത്തോടു കൂടിയാണ് ഇന്നിപ്പോൾ ഈ ധർമ്മടം മണ്ഡലം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ റോഡ് ഷോയെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആയിരക്കണക്കിന് ആളുകൾ ഈ റോഡ് ഷോയിൽ പങ്കുചേരാനായി റോഡിന്റെ ഇരുവശവും കാത്തു നിൽപ്പുണ്ട്. അതോടൊപ്പം തന്നെ റോഡ് ഷോയോടൊപ്പം ബൈക്കിലും ഓട്ടോറിക്ഷയിലൊക്കെയായി വാഹനജാതിയും ഇതിന്റെ പിന്നാലെ കടന്നു വരികയും ചെയ്യുന്നുണ്ട്. സ്കെയിൻ, മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. വളരെ സജീവമായി തന്നെ രാഷ്ട്രീയ വിഷയങ്ങൾ ഈ ധർമ്മട മണ്ഡലത്തിൽ ഉൾപ്പെടെ ചർച്ചയാകുകയും ചെയ്യുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ പൊതുവിൽ ഇടതുപക്ഷത്തിന്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പോലും ഇത്തവണ ഒരുപാട് പ്രതിസന്ധികൾ LDF നേരിടുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം. ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ സ്ഥാനാർത്ഥി നിർണയത്തിലെ തന്നെ അതൃപ്തിയുമായി ബന്ധപ്പെട്ട് മുതിർന്ന നേതാക്കളടക്കം പാർട്ടി വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ചില ആരോപണങ്ങൾ LDF-നെതിരെ CPM-നെതിരെ ഉയർന്നുവരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് ചില നേതാക്കൾ പാർട്ടി വിടുകയും എതിർപ്പാളയത്തിലേക്ക് ചേക്കേറുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ ഇതൊക്കെ വലിയ പ്രതിസന്ധി സ്വാഭാവികമായി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു നിലയിലും ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മളിവിടെ കണ്ണൂരിൽ എത്തുമ്പോൾ ഇടത് ക്യാമ്പുകളൊക്കെ പൊതുവിൽ അവകാശപ്പെടുന്നത്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന റോഡ് ഷോ അല്പസമയത്തിനകം തന്നെ ഈ കാടാച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേരും. അത് മുഖ്യമന്ത്രി ഒരു ഓപ്പൺ വാഹനത്തിലാണ് ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നത്, ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SK, നമ്മൾ പൊതുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിന്റെ ക്യാപ്റ്റൻ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കാറുള്ളത്. ഇന്നിപ്പോൾ അദ്ദേഹം ഇതാ ഒരു ഓപ്പൺ ജീപ്പിൽ, ക്യാപ്റ്റൻ എന്നെഴുതിയ ഒരു ഓപ്പൺ ജീപ്പിലാണ് ഈ റോഡ് ഷോയെ അഭിസംബോധന ചെയ്യാനായി അദ്ദേഹം എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ പിളശ്ശേരിയിൽ നിന്നും ആരംഭിച്ച ഈ റോഡ് ഷോയാണ് ഇപ്പോൾ കാടാച്ചിറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത്. ഇവിടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഈ റോഡ് ഷോയ്ക്ക് അഭിസംബോധന അർപ്പിക്കാനായി ഒരുപാട് ആളുകൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. SK, നമുക്ക് ചില ആളുകളുടെ പ്രതികരണങ്ങളിലേക്ക് ഒന്ന് പോകാം വളരെ വേഗം റോഡ് ഷോയുടെ എത്തുമ്പോഴേക്ക്. ചേച്ചി, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആവേശം? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ ആവേശം? ഇതെന്താണ്? സാധാരണ തൊപ്പിയൊക്കെയാണല്ലോ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. എന്താണ് കൊടയൊക്കെ ചിഹ്നമൊക്കെ ആലേഖനം ചെയ്ത കൊട? കൊടയാണ് നമ്മളെ ശക്തി. ആണോ? നമ്മുടെ കൊട പ്രചാരണത്തിന്റെ പ്രധാന ആയുധമാണല്ലേ? പ്രധാന ആയുധമാണ്. എന്താണ് പ്രതീക്ഷ? എന്താണ് തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട്? തവണയും എന്തായാലും വരും. മൂന്നാം തവണയും വരും. എന്താണ് ഇത്ര ആത്മവിശ്വാസം? ആത്മവിശ്വാസമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ റോഡ് ഷോയായി കടന്നു വരുന്നത് നമുക്ക് കാണാം. ഒരു ഓപ്പൺ ജീപ്പിലാണ്, ക്യാപ്റ്റൻ എന്നെഴുതിയ ഓപ്പൺ ജീപ്പിൽ അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കടന്നു വരുന്നത് നമുക്ക് കാണാം. അദ്ദേഹത്തിന്റെ പിന്നാലെ വാഹനജാതിയായി ആയിരക്കണക്കിന് ആളുകൾ അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കാടാച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് കാത്തു നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിസംബോധന ചെയ്യുന്നത് നമുക്ക് കാണാം. എന്തായാലും നാളെയാണ് ആവേശോജ്വലമായ കൊട്ടിക്കലാശം. അതിനു മുൻപ് അദ്ദേഹം സ്വന്തം മണ്ഡലത്തിലെ ആളുകളെ നേരിട്ട് കാണാനായി ഒരു റോഡ് ഷോയിലൂടെ ഇപ്പോൾ മുഖ്യമന്ത്രി ധർമ്മടം മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം 25ഓളം പര്യടനങ്ങളും മറ്റു യോഗങ്ങളിലും ഒക്കെയായി മണ്ഡലത്തിൽ സജീവമായി ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം നമുക്ക് അറിയുന്നത് പോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി ഈ സമാനമായ നിലയിൽ ഒരു റോഡ് ഷോയാണ് മണ്ഡലത്തിലേക്ക് എത്തിയത്. നമുക്കത് ഓർമ്മയുണ്ട്. അന്ന് മട്ടന്നൂർ മുതൽ ധർമ്മടം വരെയായിരുന്നു ആ റോഡ് ഷോ നീണ്ടിരുന്നത്. ഇപ്പോൾ അതിന് സമാനമായി കൊട്ടിക്കലാശത്തിന്റെ തലേ ദിവസം വളരെ ആവേശത്തോടു കൂടി തന്നെ അദ്ദേഹം ഇപ്പോൾ ജനങ്ങളെ അഭിസംബോധന ചെയ്യാനായി എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. എന്തായാലും വലിയ ആവേശമുണ്ട്. SKN ജനങ്ങളൊക്കെയും അദ്ദേഹത്തെ കാണാനായി, അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാനായി കാത്തിരിക്കുകയാണ്. വലിയ ആവേശത്തിലാണ് ഇവിടെ. വലിയ ആവേശത്തിൽ ഈ ജനങ്ങൾ അദ്ദേഹത്തിന്റെ റോഡ് ഷോയെ സ്വീകരിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. അദ്ദേഹം പൊതുവിൽ കേരളത്തിന്റെ ക്യാപ്റ്റൻ എന്നുള്ള വിശേഷണമാണ് മുഖ്യമന്ത്രിക്ക് എല്ലാ കാലവും ഉള്ളത്. ആ സമാനമായ നിലയിൽ ക്യാപ്റ്റൻ എന്നെഴുതിയ ഒരു ഓപ്പൺ ജീപ്പിലാണ് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കടന്നു പോകുന്നത്. എന്തായാലും കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ അത് പൂർണ്ണമായും വോട്ടായി മാറും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം SKN തുടർച്ചയായി എല്ലാ വർഷവും ഈ സർക്കാരിന്റെ പ്രകടന പത്രികയുമായി ബന്ധപ്പെട്ട അതിൽ നടപ്പിലാക്കിയ വാഗ്ദാനങ്ങളുടെ പ്രോഗ്രസ് കാർഡുകൾ ഈ സർക്കാർ ജനങ്ങൾക്ക് മുന്നിൽ വെക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഏറ്റവും അവസാനത്തെ കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനത്തിന്റെ ഏറ്റവും അവസാനത്തെ പ്രോഗ്രസ് കാർഡ് ജനങ്ങളുടെ മുന്നിൽ വെച്ച ദിവസം കൂടിയാണ് ഇന്ന് SKN. അപ്പോൾ അതിൽ 97% പ്രകടന പത്രികയിലെ 97% വാഗ്ദാനങ്ങളും പൂർത്തിയാക്കിയെന്ന വലിയ ആത്മവിശ്വാസത്തിൽ കൂടിയാണ് ഇത്തവണ
തെരഞ്ഞെടുപ്പിനെ LDF നേരിടുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിലാണ്, ആവേശത്തിലാണ് ഇടത് ക്യാമ്പ് ഉള്ളത്. അതിന് കൂടുതൽ ആവേശം പകരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ റോഡ് ഷോ. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ സാധാരണ നിലയിൽ CPM-ന്റെ കോട്ട എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോൾ പോലും ഈ തെരഞ്ഞെടുപ്പിൽ അസാധാരണമായ പല പ്രതിസന്ധികളും CPM നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് കോട്ടയായ കണ്ണൂർ ജില്ലയിൽ പോലും മുതിർന്ന നേതാക്കളടക്കം പാർട്ടി വിട്ട് പുറത്തു വരികയും വിമതരായി മത്സരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ട്. എതിർ ക്യാമ്പിന്റെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഏതെങ്കിലുമൊക്കെ തലത്തിൽ ഏതെങ്കിലുമൊക്കെ നിലയിൽ ആത്മവിശ്വാസത്തിന് പ്രവർത്തകർക്കിടയിൽ മങ്ങലേറ്റിട്ടുണ്ടെങ്കിൽ അതിനെ കൂടി പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് മുഖ്യമന്ത്രി ആദ്യ ദിവസം മുതൽ തന്നെ മണ്ഡലത്തിൽ വളരെ സജീവമായി ഉണ്ടായിരുന്നത്. അദ്ദേഹം ഏറെക്കുറെ എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം എത്തിയിട്ടുണ്ട്. എന്തായാലും CPM-ന്റെ സ്റ്റാർ താരപ്രചാരകൻ കൂടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നതിൽ സംശയമില്ല. ആ നിലയിൽ തന്നെ അദ്ദേഹം എല്ലാ മണ്ഡലങ്ങളിലേക്കും എത്തുകയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ധർമ്മടം കേന്ദ്രീകരിച്ച് തന്നെ അദ്ദേഹം ഒരുപാട് യോഗങ്ങളിലും മീറ്റിംഗുകളിലും ഒക്കെ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയിലാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.